കരിമണൽ കമ്പനി CMRL സേവനം നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടി സമ്മതിച്ചതായി SFIO കുറ്റപത്രം. സേവനം നൽകാതെയാണ് പണം വാങ്ങിയതെന്ന് വീണ മൊഴി നൽകി. എക്സാലോജിക് ജീവനക്കാരും CMRL IT ജീവനക്കാരും മൊഴി നൽകിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, കുറ്റപത്രത്തിന്റെ പുറത്തുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിയുടെ എക്സാലോജിക് കമ്പനിയും അതുപോലെ തന്നെ കരിമണൽ കമ്പനിയായ CMRL തമ്മിലുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് മാസപ്പടി കേസ്. ഈ കേസിൽ നേരത്തെ SFIO കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിലെ വിവരങ്ങൾ ഓരോ ദിവസവും ഓരോന്നായി പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വീണ വിജയനാണ് ഈ പൈസയുടെ പങ്ക് കിട്ടിയത് എന്നുള്ളതടക്കം, അതുപോലെ തന്നെ എക്സാലോജിക് എന്നാൽ വീണ വിജയൻ മാത്രമാണ് എന്നുള്ള വിവരങ്ങളടക്കം കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ഈ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വീണ വിജയന്റെ മൊഴിയാണ്. അത് സ്വയം ഈ കേസിൽ സ്വന്തം കുരുക്കിലാകുന്ന ഒരു മൊഴി തന്നെയാണ് വീണ ടി ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. അവർ പറയുന്നത് ഈ എക്സാലോജിക് CMRL നിന്ന് പണം വാങ്ങിയത് ഒരു തരത്തിലുമുള്ള സേവനം നൽകാതെയാണ് എന്നുള്ള കാര്യം വീണ സമ്മതിച്ചു എന്നുള്ളതാണ് ഈ SFIOയുടെ കുറ്റപത്രത്തിൽ പറയുന്നത്. നേരത്തെ ഉള്ള കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇത്തരത്തിൽ സേവനം നൽകാതെയാണ് 2,78,00,000 രൂപ എക്സാലോജിക് CMRL നിന്ന് കൈപ്പറ്റിയത് എന്നുള്ളതായിരുന്നു നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ അടക്കം കണ്ടെത്തൽ. ഏതായാലും അത് ശരിവെക്കുകയാണ് വീണ ഈ കുറ്റപത്രത്തിൽ വീണയുടെ മൊഴിയിലൂടെ. അതായത് ഒരു തരത്തിലുമുള്ള സേവനവും നൽകാതെയാണ് പണം വാങ്ങിയത് എന്നുള്ള കാര്യം അവർ സമ്മതിക്കുന്നു. എന്തിനാണ് ഈ പണം വാങ്ങിയത് എന്നുള്ള, അല്ലെങ്കിൽ എന്ത് സേവനമാണ് CMRL നൽകിയത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി നൽകാൻ അവർക്ക് സാധിച്ചില്ല. ഏതായാലും അത് അവർ സമ്മതിക്കുന്നു. മാത്രമല്ല CMRLന്റെ IT വിഭാഗത്തിന്റെ മേധാവി കൂടി ഇത്തരത്തിൽ ഒരു സേവനവും നൽകിയില്ല എന്നുള്ള കാര്യവും കൂടി പറയുന്നു. ഏതായാലും സംസ്ഥാന സർക്കാരും CPIയും അടക്കം ഈ ആരോപണത്തെ പ്രതിരോധിച്ചിരുന്നത് കൃത്യമായി തന്നെ ഈ GST അടച്ചിട്ടുണ്ട്, ഇൻകം ടാക്സ് നൽകിയിട്ടുണ്ട്, കൃത്യമായുള്ള നിയമ വഴിയിലൂടെ തന്നെയാണ് ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത്. അവർ തമ്മിലുള്ള ഈ ഇടപാടുകൾ, അതായത് ഈ സേവനം കൊടുക്കൽ വാങ്ങലുകളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ പണം വാങ്ങിയത് എന്നുള്ളതായിരുന്നു CPIഎമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഒരു വാദം എന്ന് പറയുന്നത്. ഏതായാലും അതിപ്പോൾ പൂർണ്ണമായും തള്ളുന്നതാണ് പുതിയ ഈ മൊഴിയിലെ, ഈ കുറ്റപത്രത്തിലെ പുതിയ വിവരം എന്നുള്ളത്. ഏതായാലും വീണ വിജയൻ സമ്മതിക്കുകയാണ്, ഒരു സേവനവും CMRLന് എക്സാലോജിക് എന്ന കമ്പനി നൽകിയിട്ടില്ല. ഈ പണം ഒരു സേവനവും നൽകാതെയാണ് ഈ 2,78,00,000 രൂപയോളം താൻ അല്ലെങ്കിൽ എക്സാലോജിക് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. ഏതായാലും ഈ മാസപ്പടി കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു കണ്ടെത്തൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മൊഴി തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്.